ഗൈസ് നമ്മുടെ തൊട്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട്. നമ്മുടെ വണ്ടി അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നിങ്ങനെ പോകുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ പറ സാറിന്റെ പേര് സബിന്നാണ്. പണ്ട് നമ്മുടെ തൊള്ളിക്കര മേലെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത് മൊത്തം. ഇടക്കിടക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ വീഡിയോ കാണുമ്പോ ഒരു ഞായറാഴ്ച ഇത്ര സമയമുണ്ടെന്ന്. ഇതെന്താണോ പരിപാടി? കല്ല് കൊണ്ടുപോകണോ? എന്തിനാണോ കല്ല്? കല്ലെന്തിനാണോ? ഓരോ കല്ലും നമ്മുടെ ഓർമ്മകളോ? അല്ല 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 ഒന്നും കാണാൻ പറ്റില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ ഗൈസ് നമ്മൾ വന്ന വഴിക്ക് ചെറിയൊരു ചെക്കിങ്. അത് ഇവര് ഇവിടെ നിന്ന് ഒന്നും ചെയ്യണേന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോ നല്ല കോടാൻ ചാറ്റൽ മഴ. എന്താ പറ സാറിന്റെ പേര് സബിന്നാണ്. തടുത്തിട്ട് ഇവരെങ്ങനെ നിക്കണം അറിയുന്നുണ്ട് ട്രെയിനിന്റെ ഇടയിൽ. അവിടെ അവര് ചെക്ക് ചെയ്യാം. അപ്പൊ ദേവാച്ചി കോടയൊക്കെ വന്നപ്പോ പെട്ടെന്ന് പറഞ്ഞു സബിനെ ആ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ മറ്റേ പോലീസുകാരൻ തിരിഞ്ഞു നോക്കി. അപ്പൊ എന്നാന്ന് ചോദിച്ചു. അപ്പൊ പോലീസുകാരൻ എന്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. അത് പേര് കാണിച്ചത് പുള്ളിയുടെ പേര് സബിന. എടാ സബിനെ വീഡിയോ എടുക്കണമെന്ന് പണ്ട് നമ്മുടെ തൊള്ളിക്കര മേലെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇത് മൊത്തം. തൊള്ളിക്കര മേലെ ഉണ്ടായിരുന്ന ചെടികളാണ് ഈ കാണുന്നത്. പൂച്ചപ്പഴം, മറ്റേ ഇതുണ്ടായിരുന്നു. ഓടാടാ നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് ഓടാ ചേച്ചി. ഓടോ ഏത് വഴിയാടാ ഗൈസ് നമ്മുടെ തൊട്ട് ഇപ്പുറത്തൊരു വഴിയുണ്ട്. നമ്മുടെ വണ്ടി അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്നിങ്ങനെ പോകുന്നു. പക്ഷേ ഇതുവഴി എവിടെയോ വഴിയുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു ഇത്രയും നല്ല അടിപൊളി സ്ഥലത്ത് വന്നിട്ട് ശരിയാട്ടോ വേസ്റ്റുകളാണ് കിടക്കുന്നത്. നമുക്ക് തന്നെ നമ്മൾ തന്നെ നമ്മുടെ എല്ലാ വേസ്റ്റും വണ്ടിക്കകത്ത് തന്നെ ഇട്ടിരുന്നു. നമുക്ക് ചെന്നിട്ട് ഹരിതകർമ്മസേനക്ക് കൊടുക്കാനുള്ള അല്ലടാ സ്കൂബിയെ. ഇവിടെ മൊത്തം കണ്ടോ? കണ്ടാ അറിയാം. എന്ത് നല്ല സ്ഥലമാണ്. നമ്മളെല്ലാവരും ഇത് തന്നെയാണ്. ഞങ്ങൾ മാക്സിമം എല്ലാം വണ്ടിക്കകത്ത് തന്നെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കാറാണ് പതിവ്. ആരെങ്കിലൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ ഇടാറാണ് പതിവ്. എന്തായാലും ഗൈസ് ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി. അട്ടയോ? ഓ ഗൈസ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ. അട്ടയിലെന്ന് തോന്നണം. എക്സൈസിലൊരു സബിനുണ്ടായിരുന്നു. അത് വിറ്റായിരുന്നു എക്സൈസ്.
ഞാനവിടെ തന്നെ ഞാൻ ചോദിച്ചു എന്നാ സാറേ കാര്യം എന്നാ സാറേ പേര് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞെട്ടിയത്. അന്നേരം പുള്ളി ജാക്കറ്റ് വരും. അത് ജാക്കറ്റ് വരുന്നത് സബിന്റെ പുള്ളിയുടെ പേരും അല്ല പുള്ളിയുടെ ജാക്കറ്റ് പുള്ളിയുടെ പേരും സബിനായിരുന്നു. ദേവാച്ചി സഭ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ പുള്ളി ഓർത്ത് പുള്ളിയോടായിരിക്കും. പിന്നെ അങ്ങനെ ഒരു ഇത് ഇന്നലെ പോയി ഇന്നലെ ഇത് എന്നസാ അല്ലാതെ ഡൂക്കാണോ ഇത് എന്നസാ അല്ലാതെ ഡൂക്കാണോ അല്ല അവള് തന്നെയാണ് അവളുടെ ആ ഡ്രസ് തന്നെ ഇട്ടേക്കണം അവള് അതെങ്ങനെ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിതെല്ലാം അറിയാം. ഇതെനിക്കറിയാം. അറിയില്ല. നിങ്ങൾക്കാണ് അറിഞ്ഞൂടാത്തത്. അഖിൽമാർക്ക് അറിഞ്ഞൂടാ ഇത്. രാവിലെ നമ്മൾ 11 മണി കൂടെ എത്തേണ്ടതാണ്. കാരണം നമ്മൾ എത്തിയത് 4 മണി 3:45. ശബരിമല പോയി തൊഴുതിട്ടൊക്കെ വന്നു നമ്മള്. എന്ത് പറയാനാ ഈ കാലം. ഇതിനടാ ഇവനെ കൊണ്ട് നടന്ന് ഇടിയിട്ടു തോളത്തുനിന്ന് കയ്യൊക്കെ ആയിരിക്കും. ഇവർ 2 തോളത്തിട്ടിട്ട് 6 രൂപ പോരെ. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. വീഴുവാണെങ്കിൽ രണ്ടും കൂടിയല്ലേ മഴയാണോ? കാറ്റാടാ കാറ്റ് കൊണ്ടാ. ഇതിന്റെ അകത്ത് കാറ്റ് വീശുമ്പോ എങ്ങനെയാടാ? ഇതില് കാറ്റ് വീശുമ്പോ ഇങ്ങനെയാടാ ഒച്ച 6 കയറി എന്നോട് സൗണ്ടല്ലേ. അതാണ് പൈൻ ഫോറസ്റ്റ്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. പക്ഷേ ഈ കട്ട വിരിച്ചേക്കുന്ന ഒരു വിഷയമാണ്. തന്നെ സാധ്യത ഉണ്ട്. ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഓണ സമയത്ത്. എങ്ങനെ ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അതെ ഒരു ഞായറാഴ്ച ഇത്ര സമയമുണ്ടെന്ന് രാവിലെ കൗട്ട മേടിക്കുന്നു. രാവിലെ 10 മണിയാകുമ്പോ കൗട്ട് മേടിക്കുന്നു, 11 മണിയാകുമ്പോ അടിച്ചു. ഞായറാഴ്ച അതിനല്ലേ ഉത്തരവാദിത്വം ഇവന് അച്ഛനെ കൂടി സമയം കിട്ടിയത്. ആദ്യത്തെ വ്യക്തി ഞങ്ങളായിരുന്നു. അതെ കേട്ടാ നീയാണ് ഓടിക്കണമെങ്കിൽ ഞങ്ങള് അങ്ങനെ കയറേണ്ടി വരും. നമ്മൾ ആദ്യം കയറി വന്ന സ്ഥലം ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കയറി വന്ന സ്ഥലമാണ്. ഒന്നും കാണാൻ പറ്റില്ല. ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അവന്മാർ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പോൾ അതേ കുറച്ച് പേര് കയറി 2-3 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവന്മാരെന്നെ കണ്ടുപിടിക്കണം. അവന്മാർ പുളിയായിട്ട് ഇനിയിപ്പോൾ വരാമെന്ന് പറഞ്ഞത് രക്ഷയില്ല. ഒട്ടുക്കത്തെ കാറ്റ് ഒട്ടുക്കത്തെ പോകും. ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ പറ്റില്ല. അടിച്ച് നിന്റെ സീൻ വിഷയല്ലേ ചേച്ചി ചേച്ചി ചേച്ചി
ഇതെന്തോ നടക്കുന്നത് മൃഗശാലേ? കാറിപ്പോയത് പിന്നെ പഴയ എണ്ണ വെച്ചുണ്ടാക്കി അവൻ സബിനം കൂടെ വേണം. ഗായ്സ് ഇപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിന് മുകളിലേക്ക് കയറി തിരിച്ചു കയറിയപ്പോൾ ഇവിടെ മൊത്തം കോട കേട്ടോ, ഇവിടെയും കോട. അപ്പോൾ അവന്മാർ ചായ കുടിക്കാൻ കയറി. നമ്മുടെ ഇവിടെ കണ്ണപ്പൻ്റെ ബാറ്ററി ഡൗൺ ആയി. അപ്പോൾ ഞാൻ പിന്നെ ബാറ്ററി എക്സ്ട്രാ നമ്മളൊക്കെ മേടിച്ചാൽ അപ്പോൾ അങ്ങ് ചേഞ്ച് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ അതങ്ങ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പോകും. അവന്മാരിവിടെ ചായക്കടയിലുണ്ടായിരുന്നു, കാണാനില്ലല്ലോ. അപ്പുറത്തിരിക്കുന്നുണ്ട്, ഇപ്പുറത്തിരിക്കൊണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കാണാനില്ല. ഇനി എന്നെ ഒട്ടിച്ചിട്ട് പോയോന്ന് ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ കാണാനില്ല. എനിക്ക് ചായ കിട്ടിയല്ലോ. എൻ്റെ ചായ കുറവുണ്ടല്ലോ. എന്നാ ക്ലാസ് മാറി എടുത്താ കൂടുതൽ വെച്ചാ എന്നാടാ മോന്? ഏലക്ക ഇടണ്ടല്ലേ, അതൊരു ടേസ്റ്റ്. ഏലക്ക ഇട്ടിനല്ലേ അനിയനല്ലേ? എടാ നനഞ്ഞടാ, ചീഞ്ഞടാ, ചീഞ്ഞ്. ഞാൻ വെട്ടറാ, നീ വെട്ടില്ല. മഴ പെയ്തു. ഇതിലല്ലേ, ഇതിലേ കയറാന്നോ? ആ അല്ലായിരിക്കും. ബാബുമോനാ? ഓട്ടപ്പാറ നമ്മളങ്ങനെ തങ്ങൾപ്പാറ, അതാണ് തങ്ങൾപ്പാറ. നമുക്ക് തങ്ങൾപ്പാറ കയറാൻ പറ്റില്ല. അവിടെ 4 മണിയായപ്പോൾ ക്ലോസ് ചെയ്തു. മഴയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി കിട്ടുമായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടി കിട്ടും. എന്തായാലും മഴയുള്ളപ്പോൾ അങ്ങോട്ട് കയറാൻ സേഫും കൂടിയല്ലോ. അതുകൊണ്ട് അവർ അപ്പം നമ്മൾ അവിടെ നേരെയുള്ള വഴി കൂടി പോകും. ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ട്, ഒരു വ്യൂ പോയിന്റ് പോലെ തോന്നി. അടിപൊളിയാണ്, കാണാൻ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നാണ്, ഇത് തന്നെയാണെന്ന് അറിയില്ല. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും. പ്രകൃതിയുടെ രമണീയത. അത് തന്നെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ രമണീയതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പീസ്ഫുൾ. കോടമഞ്ഞ്, പാറ, മഴ, എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ. നല്ല രസം, തണുപ്പ്, മഞ്ഞ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺഡേ. നമ്മൾ എത്ര നാള് കൊണ്ടാ ഒരു ട്രിപ്പ് പോകണം? എത്ര കൊല്ലായി എല്ലാം മാതിരി ഒന്നിച്ച് എല്ലാരും കൂടി പോയിട്ട്. അതുകൊണ്ട് പ്രായല്ലേ? 24 ഉറപ്പിച്ചാ? കറക്റ്റാണോ? പ്രായമൂത്ത ഞാൻ ദേവാത്തിന്റെ വരെ ക്യാമറ ഇരിക്കാൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കണേ. പ്രായത്തിന്റെ കാര്യം വന്നുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ്. ഇവിടെ ചുറ്റും കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യല്ലോ. കുറെ നേരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ തുള്ളിക്കൊണ്ടൊക്കെ
ട്രാക്ക് നമ്മള് കുറച്ചു മുമ്പ് താഴത്തെ വാലിയൊക്കെ കാണിച്ചാൽ എനിക്ക് കാണാം. തങ്ങൾ പറയുന്നത് കാണാനില്ല അവിടെ. മഴക്കാലത്ത് തന്നെ നമുക്ക് ആ മഴ കിട്ടില്ല, ഇതുപോലെ മഞ്ഞ് കിട്ടുള്ളൂ. അടുത്ത എന്താ പരിപാടി? കല്ല് കൊണ്ടുപോകണം. എന്തിനാണ് കല്ല്? കല്ലെന്തിനാണോ? ഓരോ കല്ലും നമ്മുടെ ഓർമ്മകളാണ്. ഓർമ്മകളോ? ചോപ്പ തന്നെ ഇപ്പൊ ഉണ്ടാക്കണത്. മത്സ്യകന്യ, ഇത് വാഗമൺ കന്യക. അടുത്തൊരു കണ്ണു ഒറ്റക്കണ്ണൻ. ആ ഞാനോർത്തത് വിമാനാന്ന് ഓർത്തത്. അല്ലേ, വിമാനം പോലില്ല. ഫുൾ വൈബാണ്, ഓണാണ്, എൻജോയ്മെന്റ് ആണ്. അവിടെ ഇവിടെ ഒക്കെ പാട്ടുണ്ട്. ഞങ്ങളുടെ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ പാട്ടില്ല. അവിടുത്തെ പാട്ടില്ല. നമ്മൾ എവിടെയാണ് നല്ല പാട്ടുള്ള അവിടെ വന്നിരുന്നു തുള്ളുന്നു. ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുമ്പോ നീ അവിടെ പാടാ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് സ്പീക്കർ ഒന്നും ഇല്ലാണ്ട് വന്ന് അന്യന്റെ പാട്ട് കേട്ട് നമ്മൾ തുള്ളിക്കൊണ്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, സ്പീക്കർ പഠിക്കണ്ട പൈസ ഭാഗകൊണ്ട് വന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒറ്റൊരു കാര്യം പറയണം. മലയൊക്കെ അല്ലേ മടുക്കും. അതാണ് എന്നാ പറയാനാ. ഇത്രോ നേരം നമ്മളത് ഇടില്ല. നമ്മൾ 7 പേരുണ്ട്. ഒരാള് മാത്രം അട്ട അടിച്ചുള്ളു. അത് രണ്ടെണ്ണം. ഈ ദുഷിച്ചവരുടെ ജോലിയില്ല. സ്കൂമിന് അട്ട അടിച്ചെങ്കിലും സ്കൂമിന് അട്ടനെ നമ്മള് കണ്ടില്ല. പക്ഷെ അട്ട കണ്ടിട്ടുണ്ട്. ജന്മനുള്ള അട്ടയത് ആ കടിച്ച അട്ടയുടെ പവറിലാണ് ഇപ്പൊ ചോപ്പ് നിൽക്കുന്നത്. പിന്നെയും മഴ. ഞങ്ങൾ അകത്തോട്ട് കയറി. ഇവിടെയും മഴ പെയ്തു. പിന്നെ ഒന്ന് ഇപ്പൊ കുറച്ച് പേർ ഇറങ്ങാന്ന് പറഞ്ഞ പിന്നെ എന്തായാലും